ഹലോ ഫ്രണ്ട്സ്, മൈ യൂട്യൂബ് ചാനൽ ചാന്ദിനി കിച്ചണിലേക്ക് സ്വാഗതം. നമുക്ക് ഈ ചക്കപ്പഴം കൊണ്ട് പുട്ടുണ്ടാക്കാം. പഴം ആവശ്യമില്ല, അപ്പോൾ ചക്കപ്പഴം വെച്ച് പുട്ടുണ്ടാക്കാം. അപ്പോൾ ഇതൊന്ന് റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ. അന്ന് ഇതിൻ്റെ കുരുവൊക്കെ എടുത്തിട്ട് ഇതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഒരു പൊല്ലേന്ന് പറയും, അതൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പം ഈ പൊടി എന്തെന്നാണ്, ഒരു പ്രത്യേക പൊടിയാണ്, കമ്പപ്പൊടി എന്ന് പറയും, മഞ്ഞ ചോളപ്പൊടി. അതുകൊണ്ടാണ് പുട്ടുണ്ടാക്കാൻ പോകണം കേട്ടോ. അപ്പോൾ നമുക്കിതെല്ലാം കുറച്ച് പുട്ടേ ഉണ്ടാക്കുള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് 2 പേർക്ക് മതിയല്ലോ. അപ്പോൾ ഇത്തിരി പുട്ടേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം തന്നെ ഇടുമ്പോൾ ഒന്ന് വീഡിയോ ഇട്ടേക്കാമെന്ന് വിചാരിച്ച്, അതാണ്. അപ്പം നിങ്ങൾ കാണണം ചക്ക കൊണ്ട് പുട്ടുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതെല്ലാം അരിഞ്ഞെടുക്കട്ടെ. ഇപ്പം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, ഇത് അരിഞ്ഞെടുത്തോട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, വളരെ കുറച്ചാണ് എടുത്തേക്കണത്. അപ്പോൾ നമുക്ക് അരിഞ്ഞതിലേക്ക് കുറച്ച് കമ്പപ്പൊടി ഇടാം, അതായത് യെല്ലോ ക്രോം പൗഡർ എന്ന് പറയും. അപ്പോൾ നമുക്കിത് ഒരു 3-4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടിയാണ് കേട്ടോ, കണ്ടോ, മഞ്ഞ കമ്പത്തിൻ്റെ പൊടിയാണ്. കമ്പം എന്നാണ് പണ്ടൊക്കെ പറയാറ്, ഇപ്പോൾ ചോളം ആക്കിയത്. നമുക്കിത് കുഴച്ചെടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, കുറച്ച് ഉപ്പ് മതി. നമുക്ക് ആദ്യം കൈ കൊണ്ട് ഇങ്ങനെ തിരുമ്മിയെടുക്കാം. നല്ലോണം തിരുമ്മി ചക്ക എല്ലാം കൂടി യോജിപ്പിച്ചെടുക്കണം. കമ്പപ്പൊടി ആയതുകൊണ്ട് കുറച്ചും കൂടി മധുരം കിട്ടും അതിന്. ചക്കയ്ക്ക് നല്ല മധുരമാണ് കേട്ടോ, നല്ല തേനിൻ്റെ മധുരമാണ്. നല്ലോണം കുഴച്ചെടുക്കട്ടെ. വെള്ളം ആവശ്യം ഉണ്ടാകുന്ന നോക്കിയിട്ട് പൊടി ഒന്ന് നനച്ചെടുക്കാം. നല്ലോണം കുഴക്കണേ. ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ, ഇതൊന്ന് കുഴച്ചെടുത്തോട്ടെ. അപ്പോൾ ഇത് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി വെള്ളം തളിക്കണം, ഇതിന് നനവ് ഉണ്ടായത് ഇങ്ങനെ ഇരിക്കുക പൗഡർ പോലെ. അപ്പോൾ നമുക്കൊരു ശകലം വെള്ളം തളിച്ചു കൊടുക്കാം. അധികമാകാൻ പാടില്ല, അത് കട്ടയായി പോകും. ഇതിൻ്റെ പാകത്തിന് കുഴക്കണം. ചക്ക ഒരു നനഞ്ഞ് ഇരിക്കുന്ന സാധനമല്ലേ, അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇങ്ങനെ കുഴച്ച് നല്ല പരുവത്തിനെടുക്കണം. നമുക്ക് പുട്ടിന് നനക്കുന്ന ഒരു പരുവം ഉണ്ടല്ലോ, ഇത് ചക്കപ്പഴം ഇടുമ്പോൾ കുറച്ച് വ്യത്യാസം കാണും. ചക്കപ്പഴത്തിൻ്റെ നനവുണ്ട്, പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വെള്ളം തളിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇച്ചിരി തളിച്ച് കൊടുത്തിട്ടുണ്ട്, ശകലവും കൂടി വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് ശകലവും കൂടി വെള്ളം തളിച്ച് കൊടുക്കാം കേട്ടോ. ശകലവും കൂടി ഒഴിക്കും, കൂടിപ്പോയാൽ കട്ടയായി പോകും, പിന്നെ നമുക്ക് പുട്ടി വിടാൻ പറ്റില്ല. ഞാൻ വെയിറ്റ് ചെയ്യട്ടെ. ഇപ്പോൾ പൊടിയെല്ലാം നനഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ കുടത്തിൽ കുറച്ച് വെള്ളം വയ്ക്കാം, അത് തിളച്ചോട്ടെ. അപ്പോൾ ഇത് നമുക്കൊന്ന് പയ്യനൊന്ന് തിരിഞ്ഞും കൊടുക്കാം, അപ്പോൾ പാകത്തിന് നനവും ആവും. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. സബ്സ്ക്രൈബ് വേണം എനിക്ക്, എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യണം. വെള്ളം തിളച്ചോട്ടെ. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് കണയിലേക്ക് വാരിയിട്ട് കൊടുക്കാം. പുട്ട് കണയിലാണ് വെക്കുന്നത് കേട്ടോ. പീര ഇട്ട് കൊടുക്കാം. കമ്പപ്പൊടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഉച്ചയ്ക്ക് രാത്രി കമ്പപ്പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. നല്ല ടേസ്റ്റാണ്, ഒരു പ്രത്യേക ഒരു രുചിയാണ് ഈ കമ്പപ്പൊടിക്ക്. എനിക്കിഷ്ടമാണ്, എൻ്റെ ചേട്ടനും ഇഷ്ടം. അപ്പോൾ ഞാൻ ഇന്ന് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. വെള്ളം തിളക്കട്ടെ കേട്ടോ. അടുപ്പത്ത് വെച്ചോളാം, അപ്പോൾ വെള്ളം തിളച്ചോളൂ. ഇരുന്ന് ഇതൊന്ന് മൂടിയും വെച്ച് കൊടുക്കാം നമുക്ക്. വെള്ളം തിളച്ചോട്ടെ. വെള്ളം തിളച്ച് വരുന്നുണ്ട്. അവിടെ ഇരിക്കട്ടെ. നമുക്ക് ആവി വന്നിട്ട് രണ്ടാമത്തത് എടുത്ത് വയ്ക്കാം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെനിക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ആ ബെൽ ബട്ടനും കൂടി അമർത്തിയാൽ ഇടുന്ന വീഡിയോസൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ മറക്കണ്ട ആരും.
ആവി വന്നിട്ടുണ്ട്, വെള്ളം തിളച്ചൊന്ന് ഇനി വേഗം ആവി വരും. അപ്പോൾ നമുക്ക് റെഡിയാക്കാം കേട്ടോ. എല്ലാം റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് രാത്രി കഴിക്കാം. ഇന്ന് പ്രസവേഴയുടെ തലേ ദിവസമാണ്. അപ്പോൾ ഞാൻ കമ്പപ്പുട്ടുണ്ടായിരുന്നു, അരിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഉണ്ടാക്കാനായിട്ട്. പ്രസവ അപ്പം ഉണ്ടാക്കാനായിട്ട് വെള്ളത്തിൽ അരിയിട്ട് വെച്ചേക്കും. കഴിഞ്ഞാൽ അത് ആട്ടിയെടുക്കണം, അപ്പം ഉണ്ടാക്കണം, പാലുണ്ടാക്കണം, എല്ലാം ഉണ്ടാക്കണം. എന്നും അപ്പം പാലും ഉണ്ടാക്കാറുണ്ട്. ഇന്നിപ്പോൾ വെള്ളത്തിൽ അരിയിട്ട് വെച്ചിരിക്കുകയാണ്. ഇത്തിരി കഴിയുമ്പോൾ ആട്ടിയെടുക്കണം. എന്നിട്ട് അപ്പോൾ ഭക്ഷണം, രാവിലത്തെ ഭക്ഷണം അങ്ങനെ ആക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പെസഹവേളവും ദുഃഖവെള്ളിയും എല്ലാ ആശംസകളും നേരുന്നു. ചൂടാവട്ടെ. ഇപ്പം തന്നെ ആവി വരും കേട്ടോ. ഇപ്പം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആവി വരാറായിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് തട്ടിയിടാം കേട്ടോ. ഈ പാത്രത്തിൽ നമുക്ക് തട്ടിയിടാം. നമ്മൾ വേഗത്തെ വെന്തിട്ട് എടുക്കാം കേട്ടോ. കുറച്ച് വെയിറ്റ് ചെയ്യാം. നമുക്ക് എടുക്കാറാകുമ്പോൾ ഇപ്പം പുട്ട് അടുത്തത് ഇത്രയും കൂടി ഉണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക്. ഈ പുട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചക്ക ഉള്ളവർ ഈ കമ്പപ്പൊടി ഇട്ട് പുട്ടുണ്ടാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് അതിന്. ഇപ്പോൾ തേങ്ങ മാത്രമാണെങ്കിലും ഇട്ട് പുട്ടുണ്ടാക്കാൻ നല്ല രുചിയാണത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതും കൂടി വെന്തോട്ടെ. അടപ്പിട്ട് മൂടി വയ്ക്കാം. പിന്നെ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും പ്രസവവേളത്തിൻ്റെ തിരക്കിലാണെന്നോ എനിക്കറിയാം. എല്ലാവരും ഇത് വീഡിയോ കാണുന്നതിൻ്റെ എന്നെ ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ നമുക്ക്. അപ്പോൾ ഏതാണ്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഒരു 2 മിനിറ്റും കൂടി ഇരുന്നോട്ടെ, എന്നിട്ട് നമുക്ക് കുത്തിയെടുക്കാതെ. വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ പുട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, ഉണ്ട് ചക്കയിട്ട് കമ്പപ്പൊടി കൊണ്ടൊരു പുട്ടുണ്ടാക്കിയതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം എല്ലാവർക്കും എൻ്റെ പ്രസവവേളത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് അടുത്ത വീഡിയോ വരേക്കും ബൈ.